രാഷ്ട്രീയ ചൂടിൽ എന്തായാലും പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ മാപ്പിനി അല്പം ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന LDFിൻ്റെ സ്ഥാനാർത്ഥി NMR റസാഖ് പക്ഷേ വളരെ കൂളാണെന്ന് തോന്നുന്നു. കാരണം ഇന്ന് രാവിലെ ഞാനിപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്നത് പാലക്കാട് കോട്ട മൈതാനത്തെ ഓപ്പൺ ജിമ്മിലാണ്. ഇവിടെ മന്ത്രി എം പി രാജേഷ് MP ആയിരിക്കുന്ന സമയത്ത് നിർമ്മിച്ചൊരു ഓപ്പൺ ജിമ്മുണ്ട് ഇവിടെ കോട്ട മൈതാനത്ത്. ഇവിടെ ഇപ്പോൾ രാവിലെ എല്ലാവരുടെയും എക്സസൈസ് ജോഗിങ് ഒക്കെ ഒരു കേന്ദ്രമായി മാറിയൊരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ രാവിലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണല്ലോ, രാവിലെ ഇവിടെ ജോഗിങ്ങിനെത്തുന്നത്. അങ്ങനെ ജോഗിങ്ങിനെത്തുന്നൊരു സമയത്താണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. അതിലിപ്പോൾ തിരഞ്ഞെടുപ്പ് കൂടി ആയതുകൊണ്ടായിരിക്കാം ജോഗിങ്ങിനോടൊപ്പം തന്നെ വോട്ട് തേടുകയും അതിനോടൊപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്തായാലും ഊർജ്ജസ്വലമായി തന്നെ എൻ്റെ സ്വന്തം നാട്ടിലെ എല്ലാവിധ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ട് ചോദിക്കുമ്പോൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഡീലടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് അദ്ദേഹത്തിനോട്. ഈ കാര്യം നമുക്കൊന്ന് ആദ്യം ചോദിച്ചേക്കാം. എന്തായാലും വോട്ടിങ്ങിന് തിരക്കിലാണല്ലോ. തീർച്ചയായിട്ടും മനു, ജനങ്ങളുമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഡീൽ. അത് ആദ്യഘട്ടത്തിൽ ഈ ഡീലാരോപണം ഉയർന്ന സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൊക്കെ അതുണ്ട്. പാലക്കാടൻ ലാംഗ്വേജിൽ സ്ലാങ്ങിൽ അദ്ദേഹം അക്കാര്യമൊക്കെ പലതവണ വിശദീകരിച്ചതുമാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന വെള്ളയൊന്നും അല്ല, മറ്റേ ജോഗിങ്ങുള്ള വേഷത്തിലാണ്. എന്തായാലും ആ പ്രത്യേക വേഷത്തിൽ അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായി ആഹ്ലാദവാനായി നടക്കുന്നു. കേട്ടാ, പ്രധാനമായും ആദ്യം നമുക്ക് ഡീൽ തന്നെ പറയാം. കാരണം ഇപ്പം കേരളം മുഴുവൻ അതാണല്ലോ, ഓരോ ദിവസവും എല്ലാ നേതാക്കൾക്കും അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അതിനെക്കുറിച്ച് എന്താ പറയാം? ഡീല് ഇടതുപക്ഷത്തിന് ഉണ്ടല്ലോ, ജനങ്ങളോട് എന്നും ഇടതുപക്ഷത്തിന് ഡീലുണ്ട്. അരികുവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗം ജനങ്ങളോടും ഇടതുപക്ഷ സർക്കാരുകൾക്ക് എല്ലാ കാലത്തും, നമ്മൾ ഇന്ന് ആദ്യത്തെ മന്ത്രിസഭ തൊട്ട് അവസാനത്തെ മന്ത്രിസഭ വരെ ഈ ജനങ്ങൾക്ക് വേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, അവരുടെ വികസന പ്രവർത്തനങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൽ, അത് മാത്രമല്ല ഈ മാനിഫെസ്റ്റോ ഇറക്കിയ ശേഷം അതിന് ചവറ്റുകുട്ടിയിൽ എറിയുന്ന കാലം മാറിയെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. അതൊക്കെ ഡീലുകളിൽപ്പെട്ടാണ്. അപ്പോൾ അതിനകത്ത് ഈ ഡീലിനകത്ത് ഇതൊക്കെ നമുക്ക് ഇടതുപക്ഷത്തിനുള്ള ജനങ്ങളോടുള്ള ഡീൽ അതാണ്, കേരള ജനത്തിനോടുള്ള ഡീൽ അതാണ്. ഇന്നലെ ഞാനൊരു റീല് കണ്ടു. വോട്ട് ചോദിക്കുമ്പോൾ ഒരാൾ അകത്ത് നിന്ന് എടുക്കുന്ന ഒരു ഫോട്ടോയാണ്. അതിൽ ഞങ്ങൾ പറയുന്നുണ്ട് പാലക്കാടിൻ്റെ മാനക്കേട് മാറ്റണ്ടേ എന്ന്. ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ആ റീല്. എന്താ അങ്ങനെ പറയാൻ തോന്നി? അതൊരു പര്യടനത്തിനിടയ്ക്ക് ഒരു അമ്മ, വയസ്സായ അമ്മേനെ വിളിച്ചിട്ട്, പൊതുവേ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഈ ഭാഷാപരമായി പാലക്കാട് ആലത്തൂർ ചിറ്റൂർ ഈ 3 താലൂക്കുകളിൽപ്പെട്ടവരും പൊതുവെ നിഷ്കളങ്കരാണ്, ഏറ്റവും നിഷ്കളങ്കരായ ഒരു ജനസമൂഹമാണ്. അപ്പോൾ ഞങ്ങളുടെ ഭാഷയിലും ആ നിഷ്കളങ്കതയുണ്ട്. അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് മകനെ ഇങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, ഒരു അമ്മ വിളിച്ച് ചോദിക്കുമ്പോൾ എന്തെങ്കിലും അതിന് വല്ല ഞങ്ങൾക്ക് റോഡ് വേണമെന്നോ വഴി വേണമെന്നോ എന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യം അല്ലെങ്കിൽ കൂട്ടായ ആവശ്യം ചോദിച്ചിട്ട്, അങ്ങനെ മാനക്കേട് മാറ്റണം, മാനക്കേടില്ലാത്തൊരു MLA ആവണം കേട്ടോ. അത്രയേ ഉള്ളൂ. അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ട് അത്രയേറെ മാനക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. വ്യക്തിപരമായി പറയുന്നില്ല, ആ അമ്മ ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് പാലക്കാട്ടുകാർക്കറിയാം. ഇനി ഇപ്പോൾ കുറച്ച് ഫോട്ടോകളൊക്കെ ഫേസ്ബുക്കിൽ ഇപ്പോൾ വന്നിട്ട് സുരേഷ് ഗോപിയോടൊപ്പം ഇരിക്കുന്നത്, VD സതീഷിനോടൊപ്പം ഇരിക്കുന്നത്, ഓരോരുത്തർ അവരുടെ താല്പര്യം അനുസരിച്ച് ഡീൽ എന്നൊക്കെ ആ ഫോട്ടോയുടെ താഴെ ക്യാപ്ഷനും ഉണ്ട്. ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക്, അതിനുപരി ഒരു സംഘാടകൻ എന്ന നിലയ്ക്ക്, നമുക്കറിയാം നമ്മൾ ഒരു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതിൻ്റെ ഏറ്റവും താഴെത്തട്ടുള്ള യൂണിറ്റ് പ്രസിഡന്റ് മുതൽ പടിപടിയായി വളർന്നങ്ങ് എത്തിയതാണ്. ഈ ഘട്ടങ്ങളിലൊക്കെ പല ആവശ്യങ്ങളുമായിട്ടും പല ബന്ധങ്ങളും നമുക്ക് ഇതുമായി മന്ത്രിമാരുമായിട്ടുള്ള ചർച്ചകൾ, ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചകൾ, ഇതൊക്കെ ബന്ധപ്പെട്ട്, അതുമാത്രമല്ല നമ്മൾ സംരംഭം എന്ന നിലയ്ക്ക് നമ്മുടെ സ്ഥാപനങ്ങളിൽ പല അതിഥികളും വരാറുണ്ട്. അവരെ സ്വീകരിക്കാറുണ്ട്. അവരെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ മര്യാദകളാണ്. ആ മര്യാദകൾ എല്ലായ്പ്പോഴും അതിനകത്തൊന്നും ജാതി മത രാഷ്ട്രീയങ്ങളൊന്നും നമുക്കില്ല. എല്ലാവരെയും വിശാല മനസ്സോടുകൂടി സ്വീകരിച്ചിരുത്തുന്ന ഒരു പാരമ്പര്യം പാലക്കാട് മണ്ണിനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള എനിക്കും ഉണ്ടായി. ഇത്തരം ആരോപണങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടാറുണ്ടോ? ആരോപണങ്ങളൊക്കെ കേൾക്കും. ഇപ്പോഴത്തേക്ക് ലോകം അങ്ങനെയൊക്കെ വിരൽത്തുമ്പിലാണല്ലോ ലോകം. അതുകൊണ്ട് അതൊന്നും ഒരു വിഷമപ്പെടുത്തുന്ന ആരോപണമില്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക്. പിന്നെ ഒരു
ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ അത് ഏറ്റുപിടിക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല. ഒരു ആശയ ദാരിദ്ര്യം. കാരണം കഴിഞ്ഞ 10 കൊല്ലം ഒരു സർക്കാർ, തുടർ സർക്കാർ ഭരിക്കുന്നു. ആ സർക്കാരിനെതിരായിട്ട് ഇവർക്ക് എന്തെങ്കിലും പറയാൻ, എന്തെങ്കിലും സാധാരണഗതിയിലൊരു നമുക്കൊരു എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ, ആ സർക്കാർ അങ്ങനെ ചെയ്ത് ശരിയില്ലെങ്കിൽ അതൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ ആശയ ദാരിദ്ര്യം കൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇടുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയല്ല, നമുക്ക് സത്യത്തിൽ ഈ ഭരണവിരുദ്ധ വികാരം നമുക്ക് ഇവരെ പ്രചരിപ്പിക്കാം ഇല്ല, ആ സാധനം വേണ്ട, ഭരണവിരുദ്ധ വികാരമില്ല, അതുകൊണ്ട് അത് പ്രചരിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പല അടിസ്ഥാനമില്ലാത്ത പല ആരോപണങ്ങൾ, ഇമാതിരിയുള്ള കോമിക്കുകൾ, ഒരു മന്ത്രിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ട് കോമിക്കല്ല അതൊക്കെ, അതിനൊക്കെ എന്ത് അടിസ്ഥാനമായിരുന്നു, ജനമൊക്കെ പുച്ഛിച്ച് തള്ളുന്ന കാര്യങ്ങൾ. അതിൻ്റെ താഴെ പോയി നോക്കിയാൽ തന്നെ മതി, നമുക്കറിയാം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്. പാലക്കാടിലെ സുഹൃത്തുക്കളും ബന്ധുക്കളും പരിചയക്കാരൊക്കെ എന്ത് പറയുന്നു? വളരെ പോസിറ്റീവാണ്. എല്ലാവർക്കും അവരുടെ കുടുംബത്തിലൊരാൾ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ആൾ ഇങ്ങനെ MLA ആയി വരാൻ പോകുന്നുള്ള ആഹ്ലാദത്തിലാണ് അവരൊക്കെ ഇരിക്കുന്നത്. പ്രചരണം ഉഷാറല്ലേ? വളരെ നല്ല രീതിയിൽ പ്രചരണം നടക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരത് മനസ്സാലെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വോട്ടർമാർ, ഇവിടെയുള്ള വോട്ടർമാർ അതൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർ സ്വന്തം സഹോദരനെ ജയിപ്പിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുന്ന മാതിരി ജ്യേഷ്ഠനും അനുജനും എങ്ങനെ വേണമെങ്കിൽ കരുതുന്നില്ല അവർ. അപ്പോൾ എല്ലാവിധ ആശംസകളും നടക്കട്ടെ. പ്രചരണ തിരക്കിലാണല്ലോ, നടക്കട്ടെ.